മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ സ്മരണകൾക്ക് മുന്നിൽ കണ്ണീരോടെയല്ലാതെ ഒരു മലയാളിക്കും നിൽക്കാനാവില്ല. മണിച്ചേട്ടൻ മരിച്ച അന്നു മുതൽ ആ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഏകമകൾ ശ്രീലക്ഷ്മിയെക്കുറിച്ചും മലയാളികൾ നിരന്തരം അന്വേഷിക്കാറുണ്ടായിരുന്നു. ക്യാമറ കണ്ണുകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മാറി നിന്ന ആ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നത് മണിച്ചേട്ടൻ സ്വർഗത്തിലിരുന്ന് പുഞ്ചിരിക്കുന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ്. അച്ഛൻ്റെ വലിയൊരു സ്വപ്നം ഇന്ന് മകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. നമ്മുടെ ശ്രീലക്ഷ്മി ഇപ്പോൾ ഒരു ഡോക്ടറാണ്. മണിച്ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ മകളെ ഒരു ഡോക്ടറാക്കണമെന്ന്. വെറുമൊരു ഡോക്ടറല്ല, പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമാകുന്ന, അവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു മാലാഖയാകണം അവളെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അച്ഛന്റെ വിയോഗം തളർത്തിയ ആ 10ാം ക്ലാസ്സുകാരിയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ മെഡിക്കൽ ബിരുദം നേടിയ ഈ മിടുക്കിയിലേക്കുള്ള ദൂരം അത്ര എളുപ്പമായിരുന്നില്ല. അച്ഛന്റെ ചിതയണയും മുമ്പ് പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടി വന്ന ആ പെൺകുട്ടി തന്റെ വേദനകളെല്ലാം പഠനത്തിനായുള്ള ഊർജമാക്കുകയായിരുന്നു. എൻട്രൻസ് പരിശീലനത്തിനായുള്ള കാത്തിരിപ്പിലും കഠിന പരിശ്രമത്തിനൊടുവിൽ എറണാകുളം ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് അവൾ ആ സ്വപ്നം കൈപ്പിടിയിലൊതുക്കി. മകളുടെ പഠനത്തിനായി മണികൂടാരത്തിൽ നിന്ന് മാറി എറണാകുളത്ത് വാടകയ്ക്ക് താമസിച്ച് അവൾക്ക് തണലായ അമ്മ നിമ്മിയുടെ ത്യാഗവും ഈ വിജയത്തിന് പിന്നിലുണ്ട്. മണിച്ചേട്ടന്റെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണനാണ് ഈ സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചത്. ചേട്ടൻ കാണിച്ചു തന്ന പാതയിലൂടെ പതറാതെ സഞ്ചരിച്ചപ്പോൾ തനിക്കും ഡോക്ടറേറ്റ് നേടാനും കലാമണ്ഡലത്തിൽ അധ്യാപകനാകാനും കഴിഞ്ഞുവെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ നേട്ടം സമർപ്പിക്കുമ്പോൾ ഇതൊരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ്. അച്ഛന്റെ പാത പിന്തുടർന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന ഒരു നല്ല ഡോക്ടറായി ശ്രീലക്ഷ്മി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.